നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കത് കറക്റ്റ് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയിട്ടും മാത്രം പണി ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞൻ വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളൊക്കെ നമുക്ക് പണി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് ബഡ്ജറ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞുതരാം. ഇത് ബഡ്ജറ്റ് നമുക്ക് ചോദിക്കുന്നത് 31 നമുക്ക് ആസ്കിങ്, 31 ലക്ഷമാണ് ആസ്കിങ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് 29ൻ്റെ നമുക്ക് വീടെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് 31 ആസ്കിങ് വരുന്ന ഈ ഒരു കുഞ്ഞൻ ബഡ്ജറ്റഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയിട്ടാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം മഞ്ചാടിക്ക് അടുത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു അടിപൊളി വീടാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു വില്ല പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്, ലൊക്കേഷൻ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ സ്ഥലത്ത് നമ്മൾ വീടൊക്കെ നോക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഈ വീട് വന്നിട്ടുള്ളത്. 3 സെൻറ്റ് ലാൻഡിൽ 700 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകിക്കൊടുക്കുന്നതുമാണ്. നമുക്ക് വീടിൻ്റെ എൻട്രൻസ് തന്നെ ഇത്രയും നമുക്ക് വീതിയായിട്ട് വരുന്ന ഒരു എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും നല്ല ഇൻ്റർലോക്ക് ചെയ്ത ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു കുഞ്ഞു കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത് 10x4 ഡയമെൻഷൻ വരുന്ന സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. 10x4 നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടെല്ലാം കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു മോഡലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന് നമുക്ക് ഈ ഒരു ഡോറ് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അത് നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് വീടിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് കിടക്കാം. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ടുള്ളത് നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്പേസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു വ്യൂവും കാര്യങ്ങളാണ് വീടിനകത്തുള്ള ഇതിനകത്ത് കിട്ടുന്നത്. നമുക്ക് ഈ ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് 16x10 ഡയമെൻഷനിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ചെറിയൊരു TV യൂണിറ്റും ഫ്രണ്ടിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറേജ് സ്പേസും താഴെ നമുക്ക് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് ആരും വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ആരും വിസിബിൾ ആയിട്ടല്ലാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു സ്മാർട്ട് മിററും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ ടെക്സ്ചർ വർക്കും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ നമുക്ക് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം പകൽ സമയത്തൊക്കെ നമുക്ക് വീട്ടിനകത്ത് വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാൻ ഉപയോഗപ്പെടുന്ന ഒരു ഏരിയ ആയിട്ടാണ് അത് വന്നേക്കുന്നത്. നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് നേരെ കിടക്കുന്നതാണ് നമുക്ക് ഈ കിച്ചൺ നമുക്ക് വരുന്നൊരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ്. നല്ലൊരു ഓപ്പൺ സ്പേസ് എൻട്രൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ കിച്ചൺ നമുക്ക് എൻട്രൻസിൽ അവിടെ തന്നെ നമുക്ക് മുകളിൽ നമുക്ക് കളർ തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുള്ള ഒരിതാണ്. പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തൊട്ട് മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറമേ ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. സീലിംഗിൽ ഫുള്ള് നമുക്ക് ഈ ഒരു സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ കിച്ചൻ്റെ ആ ഭാഗത്ത് വരുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ജിം ബോർഡിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് താഴെയും മുകളിലും എല്ലാം നല്ല കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്.
അപ്പം ഫ്ലോറിങ് നമുക്ക് നോക്കുമ്പോൾ കജേരയുടെ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു അകത്തോട്ട് വീടിനകത്തോട്ട് കയറുന്ന ആ ഭാഗം തൊട്ട് മുഴുവനും നമുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള വെരിഫൈഡ് ടൈൽസും കാര്യങ്ങളും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 2 BHK ആണ്, 2 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂമിലോട്ട് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾഡ്രോബ്സ് നല്ല പ്രീമിയം രീതിയിലുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസും പ്രീമിയം ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 3/4 ഭാഗം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഇതിലാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം കാര്യങ്ങളായിട്ടുള്ളത്. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇതും നമുക്ക് 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ആദ്യം കണ്ടതുപോലെ തന്നെ ആ ബെഡ്റൂമിൻ്റെ സൈസും അതുപോലെ തന്നെ ഫ്ലോറിംഗ് ആയാലും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു അടിപൊളിയായിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള വാൾഡ്രോബ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ഫോൾ സീലിംഗിൽ നമുക്ക് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് പ്രൊഫൈലിൽ ചാനൽ സ്പോട്ട് ലൈറ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. ഇത് നമുക്ക് നല്ല പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം ഫിറ്റിങ്സിനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഇത്രയും മനോഹരമാക്കിയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു സൈലന്റ് ഏരിയയിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നമ്മൾ പണി ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വർക്കും അതുപോലെ തന്നെ നല്ല എല്ലാ കാര്യങ്ങളും നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. എന്നാലും ഒന്നുകൂടെ എടുത്ത് പറയാം, ഇതൊരു 31 ലക്ഷത്തിൻ്റെ വീടാണ്. 31 ലക്ഷത്തിൻ്റെ. അപ്പം ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്ക് റയറായിരിക്കും. അപ്പം ഇത് നമുക്ക് ചോദ്യം വരുന്നത് 31 ലക്ഷമാണ്. അത് നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ കൂടെയാണ്. അപ്പം വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.